എൻ്റെ കൈ കൊണ്ട് തന്നപ്പോഴേക്കും പെട്ടെന്ന് ബിബിൻ്റെ മുഖമാണ് ഓർമ്മ വന്നു. ശ്രീജയെ പറ്റി. ആ സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇതിൽ നിന്നെല്ലാം റിലീഫ് വേണമായിരുന്നു. ഒരു പുഷ് വേണമായിരുന്നു എനിക്ക്. അഖില് ഒരു എന്തോ ഒരു കൊള്ളാടാ. എനിക്ക് തോന്നിയല്ലേ. റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത്, അതായത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിതിൻ പെർഫോം ചെയ്തല്ലോ. പെർഫോം ചെയ്യുന്നതിനിടയിൽ നിതിൻ കത്തി മേടിക്കുന്ന ഇടയ്ക്ക് അഖിലിന്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. നമ്മളൊക്കെ ഭയങ്കര പാനിക്കായി പോയി വന്നു. നിതിന് നല്ല ടെൻഷനിലായി. പക്ഷെ അഖില് കൂളായിരുന്നു. അഖിലി കൈ മുറിക്കുന്നത് ആദ്യമായിട്ടല്ല, മോഡൽ എക്സാം നടക്കുന്നു നമുക്കും സീനിയേഴ്സിനും. അപ്പോൾ സീനിയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അമ്പിൾ ടീച്ചറിൻ്റെ ഫയലിലുണ്ടായിരുന്നു. അത് അഖിൽ സീനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്. അതറിഞ്ഞ് വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അമ്പിൾ ടീച്ചർ അഖിലിൻ്റെ അടുത്ത് സംസാരിക്കാതെ വരെ ആയി. ഒരു ദിവസം ക്ലാസ്സിൽ അമ്പിൾ ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് അഖിലിനോട് സംസാരിച്ചില്ല. പീരീഡ് കഴിഞ്ഞ് ടീച്ചർ പുറത്തോട്ട് പോയി. ഇൻ്റർവെല്ല് പോലും ആയിട്ടില്ലായിരുന്നു. അഖിൽ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് തുറന്ന് നൈഫോ ബ്ലേഡോ എന്തോ എടുത്ത് കൈ മുറിക്കാൻ ശ്രമിച്ചു. വെയിൻ കെട്ടായില്ലെങ്കിലും ഭയങ്കരമായിട്ട് ബ്ലഡൊക്കെ വന്ന് പിള്ളേർ ഗേൾസൊക്കെ ഭയങ്കര വിളിയും ബഹളമൊക്കെ ആയിരുന്നു.